വോട്ട് ചോരി ആരോപണം അത് ശക്തമായി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. നിയമ നടപടികളിലേക്ക് കടക്കുന്നുണ്ടായിരുന്നു. വോട്ട് വ്യാപകമായി വെട്ടപ്പെടുന്നു എന്നത് ദേശീയതലത്തിൽ വലിയ പ്രധാന വിഷയമായിരുന്നു. പക്ഷേ ഗ്രാമമേഖലകളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അവിടേക്ക് നമ്മുടെ സംഘം എത്തുമ്പോൾ, ഗ്രാമമേഖലയിൽ ഗ്രാമീണമായ വികസനത്തിൽ ഊന്നിയ പ്രശ്നങ്ങളാണ്, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്, മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ്. അനുപി, സീമാഞ്ചൽ ഉൾപ്പെടെയുള്ള അതിഗ്രാമ അതിദരിദ്ര മേഖലകൾ എന്നുകൂടി നേരത്തെ പലപ്പോഴും നമ്മൾ പരാമർശിക്കപ്പെട്ട സ്ഥലങ്ങളിലൂടെ ഉൾപ്പെടെ യാത്ര ചെയ്യുമ്പോൾ ഗ്രാമങ്ങളിലൊരു പൾസ് എങ്ങനെയായിരുന്നു? ഈ പുറമേക്ക് പറയുന്ന ദേശീയ വിഷയങ്ങൾ അത് യഥാർത്ഥത്തിൽ അടിത്തട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. സ്ത്രീകളുടെ ഉൾപ്പെടെ ഒരു പൊതുപ്രതികരണം ഏത് തരത്തിലായിരുന്നു? ഗ്രാമീണ മേഖലയിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാനമായ വിഷയങ്ങൾ അവർ ചർച്ച ചെയ്യുന്നുണ്ട്. അത് പ്രധാനമായിട്ടും റോഡ്, അതല്ലെങ്കിൽ കുടിവെള്ളം, അവരുടെ കക്കൂസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അമർഷവും പ്രശ്നവും ഒക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും അടിസ്ഥാനം ജാതിയാണ്. ജാതി വിട്ട് അവരുടെ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ബീഹാറിലെ ഗ്രാമങ്ങളിലെ വലിയ വിഭാഗം ജനങ്ങൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മളവിടെ പോകുമ്പോൾ ഇപ്പോൾ സീമാഞ്ചൽ മേഖലയിലാണെങ്കിൽ ഈ ദാരിദ്ര്യത്തിനപ്പുറത്തേക്ക് മതം കൂടി പ്രധാനപ്പെട്ട വിഷയമാണ്. അവിടെ സീമാഞ്ചലിലെ പൂർണിയ, ഒപ്പം തന്നെ കിഷൻഗഞ്ച് തുടങ്ങിയിട്ടുള്ള ജില്ലകൾ, കിഷൻഗഞ്ചിൽ മഹാഭൂരിപക്ഷം വരുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. തൊട്ടുപുറത്ത് പൂർണിയയിലാണെങ്കിൽ 38% മുസ്ലിം വിഭാഗമാണ്. ആ മേഖലയിലേക്ക് അസാദുദ്ദീൻ ഒവൈസിയുടെ ഒരു കടന്നുവരവ് കഴിഞ്ഞ 6 വർഷമായിട്ട് സജീവമായിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകളിൽ ഒവൈസിയുടെ മജ്ലിസെ പാർട്ടി വിജയിച്ചിരുന്നു ആ മേഖലയിൽ. പക്ഷേ ഇത്തവണ 100 മജ്ലിസെ പാർട്ടി സഖ്യമായി ഈ പ്രധാനപ്പെട്ട ആളുകളെ ഒക്കെ തന്നെ പിടിച്ച് സ്ഥാനാർത്ഥികളായി നിർത്തി അങ്ങനെ സഖ്യമായി മത്സരിക്കുന്നു. അവർ 100 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ ഇവിടങ്ങളിലൊക്കെ RJDക്കും മഹാസഖ്യത്തിലെ മറ്റു പാർട്ടികൾക്കും വലിയ നഷ്ടമുണ്ടാകും എന്നതാണ് കഴിഞ്ഞ വർഷത്തെ അനുഭവം വെച്ച് നമ്മൾ വിലയിരുത്തിയാൽ മനസ്സിലാക്കാൻ കഴിയുക. അവിടെ പൂർണിയയിലും കിഷൻഗഞ്ചിലും ആളുകളോട് നേരിട്ട് പോയി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, കഴിഞ്ഞ കാലത്തൊക്കെ ഞങ്ങൾ വോട്ട് കൊടുത്തത് കോൺഗ്രസിനോ അല്ലെങ്കിൽ RJDക്കോ ആണ്. ഇപ്പോൾ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങളെ അവർ കാര്യമായി പരിഗണിക്കുന്നില്ല, ഞങ്ങൾ ഒവൈസിക്ക് വോട്ട് കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ വലിയൊരു വോട്ടിൻ്റെ ഭിന്നിപ്പ് ആ മേഖലയിൽ ഉണ്ടാകും. അത് മാത്രമല്ല, ഗ്രാമീണ മേഖലയിൽ നമ്മൾ നോക്കുമ്പോൾ ജാതി ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞു. ഈ മുസഹർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിൽ പലയിടങ്ങളിൽ നമ്മൾ പോയിരുന്നു. അങ്ങനെ പോയി നോക്കുമ്പോഴുള്ള കാഴ്ച, അവിടെ വികസനം എത്തി നോക്കിയിട്ടേ ഇല്ല. അവരുടെ അംഗനവാടികളിൽ അധ്യാപകർ വരാറില്ല. അപ്പം മാത്രമല്ല, സ്കൂളുകളിലേക്ക് കുട്ടികൾ പലരും പോകുന്നില്ല. സ്കൂളുകളിൽ തീരെ പോകാത്ത ആളുകൾ പലരും ആ കോളനികളിലുണ്ട്. റോഡില്ല, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിലും അവരോട് ചോദിക്കുമ്പോൾ പറയുന്നത്, ഞങ്ങൾ ഹാം പാർട്ടിക്ക് വോട്ട് ചെയ്യും. ഹാം പാർട്ടി എന്ന് അവർ പറയുന്നത് ഹിന്ദുസ്ഥാൻ അവാമി മോർച്ചയാണ്. അത് മാഞ്ചിയുടെ പാർട്ടി. ആ മാഞ്ചി ഇപ്പോൾ NDAക്കൊപ്പമാണ്. അവരുടെ ജാതി വിട്ട് വോട്ട് ചെയ്യാനുള്ള മാനസിക നിലയിലേക്ക് പല വിഭാഗങ്ങളും ഇപ്പോൾ ഗ്രാമങ്ങളിൽ എത്തിയിട്ടില്ല എന്നത് NDAക്കാണ് ഗുണമായി മാറുക എന്ന് ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ വിലയിരുത്തി. സമാനമായ അവസ്ഥയിലേക്ക് മജ്ലിസ് പാർട്ടിയുടെ നിലപാട് ഇപ്പോൾ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ മജ്ലിസ് പാർട്ടി സീമാഞ്ചൽ മേഖലയിൽ ഇപ്പോൾ യാദവ മുസ്ലിം ഇക്വേഷനാണല്ലോ എല്ലാ കാലത്തും JDUവിനെ RJDയെ വലിയ തോതിൽ സഹായിച്ചിട്ടുള്ളത്. അത്തരമൊരു ഇക്വേഷൻ്റെ വിജയം പലപ്പോഴും അവിടെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സീമാഞ്ചൽ മേഖലയിൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ, ഇപ്പോൾ ബംഗാളുമായി ചേർന്ന് കിടക്കുന്ന മേഖലയാണ്, ആ പ്രദേശം മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. അവിടെ പക്ഷേ 5 സീറ്റിൽ ഒവൈസിയുടെ പാർട്ടിക്ക് വിജയിക്കാൻ, മജ്ലിസ് പാർട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. പിന്നീട് അവർ 4 പേർ കൂറുമാറി എന്നതൊക്കെ മറ്റൊരു ചരിത്രം. അന്ന് വോട്ട് കട്ടറായി പ്രവർത്തിച്ചത് മജ്ലിസ് പാർട്ടിയാണ്. അതാണ് മഹാഗഠബന്ധന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത്. അന്നത്തെ ആ സാഹചര്യം പക്ഷേ ഇപ്പോൾ ഉണ്ടോ? ഫലത്തിൽ മജ്ലിസ് പാർട്ടിക്ക് അത്തരമൊരു വോട്ട് കട്ടറായി മാറാൻ, NDAക്ക് സഹായകരമാകുന്ന നിലയിൽ പ്രവർത്തിക്കാനുള്ള ശേഷി കുറിയും അവിടെ ഉണ്ട് എന്നതാണ്. ഒരു ശേഷി ഉണ്ട്. നമ്മൾ പരിശോധിക്കുമ്പോൾ നേരത്തെ 60,000 70,000 വോട്ടൊക്കെ വാങ്ങിയിട്ടാണ് പൂർണിയയിലെയും ഒപ്പം തന്നെ കിഷൻഗഞ്ചിലെയും സീറ്റുകളിൽ ഇവർ വിജയിക്കുന്നത്. അങ്ങനെ വിജയിക്കുന്ന സമയത്ത് 5-ൽ 4 പേരും കൂറുമാറി RJDക്കൊപ്പം പോയെങ്കിലും ഇപ്പോഴും മജ്ലിസ് പാർട്ടിക്കൊപ്പം തന്നെയാണ് സാധാരണമായിട്ടുള്ള നാട്ടിൻപുറത്തെ ആളുകൾ നിൽക്കുന്നത് എന്ന് അവിടെ പോയി സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യമുണ്ട്. കഴിഞ്ഞ തവണത്തെ കണക്കൊന്ന് നമുക്ക് പരിശോധിക്കാം. അവിടെ 24 മണ്ഡലങ്ങളാണ്. കിഷൻഗഞ്ച് മേഖലയിൽ മുസ്ലിം ആളുകൾക്ക്, മുസ്ലിം വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ളത് 24 മണ്ഡലങ്ങളാണ്. ആ 24 മണ്ഡലങ്ങളിൽ 12 കഴിഞ്ഞ തവണ NDA വിജയിച്ചു, 5 മജ്ലിസെ പാർട്ടി വിജയിക്കുന്നു, 7 മാത്രമാണ് RJDക്കും കോൺഗ്രസിനും മഹാസഖ്യത്തിന് വിജയിക്കാൻ കഴിയുന്നത്. എന്നാൽ നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അവിടുത്തെ മഹാഭൂരിപക്ഷം സീറ്റുകളും മഹാസഖ്യത്തിന് അല്ലെങ്കിൽ
RJDക്കോ കോൺഗ്രസിനോ ലഭിച്ചുകൊണ്ടിരുന്നതാണ്. ആ ഇടത്താണ് മജ്ലിസ് പാർട്ടി വന്ന് ആളെ നിർത്തി മത്സരിപ്പിക്കുമ്പോൾ വോട്ട് ഭിന്നിച്ചു പോയി. അതിന്റെ ഗുണം NDAക്ക് കിട്ടിയത് നമ്മൾ 12 എന്ന കണക്കിൽ തന്നെ കാണുന്നു. ഇത്തവണയും സമാനമായ സാഹചര്യം ഉണ്ടാകുമെന്ന് മാത്രമല്ല, മജ്ലിസ് പാർട്ടിക്കൊപ്പം തന്നെ സംസ്ഥാനത്തെ മുഴുവൻ സീറ്റുകളിലും വലിയ പേടി മഹാസഖ്യത്തിന് നൽകുന്നത് ജനസുരാജ് പാർട്ടിയാണ്, പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി. യുവജനങ്ങൾ ഇപ്പോഴത്തെ സർക്കാരിൽ മടുപ്പുള്ള, അവരോട് ദേഷ്യമുള്ള, അവരൊന്നും ചെയ്യുന്നില്ല എന്ന നിലപാടുള്ള അവിടുത്തെ യുവജനങ്ങൾ വലിയ തോതിൽ ജനസുരാജ് പാർട്ടിക്കൊപ്പം പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിൽ വരുന്ന വോട്ട് ജനസുരാജ് പാർട്ടി കൂടി കൊണ്ടുപോകുന്ന അവസ്ഥ ബീഹാറിൽ ഉണ്ടാവും. അത് നമുക്ക് കാണാൻ കഴിയും.